എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് ടാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ എല്ലാവരും അറിഞ്ഞൊരു സംഭവമാണ് ഗോവിന്ദചാമി എന്ന കൊടും ക്രിമിനൽ ഒരു കൈ നഷ്ടപ്പെട്ടിട്ടും അതിസുരക്ഷാ സംവിധാനമുള്ള ജയിലിൽ നിന്നും പുറത്തേക്ക് ചാടി. എന്തോ ഭാഗ്യം കൊണ്ട് നാട്ടുകാർ പിടികൂടാൻ ഇടയായി. ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ത്രീയെ ഈ ക്രിമിനൽ കൊല്ലുമായിരുന്നു. ഇനി ഈ സുരക്ഷാ പാളിച്ച ഉണ്ടായതെങ്ങനെ? അതിന് പരിഹാരമാർഗം ഉടൻ തന്നെ ഉണ്ടായി. അതായത് സാധാരണ ഉള്ള സെയിം പല്ലവി, ഒരു കമ്മീഷൻ, ഒരു അന്വേഷണം, ആ പ്രദർശനം അത് സാധാരണ ഇതിൽ നടന്നുകൊണ്ടേയിരിക്കും. ഗോവിന്ദചാമിയെ മറ്റൊരു ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പോൾ തൽക്കാലമുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിവായി. ഈ മുൻകാലങ്ങളിൽ ഒരു കൊടും ക്രിമിനൽ ജയിൽ ചാടി പോകുക എന്നുള്ളത് അത്ര കാര്യമല്ല. എന്നാൽ ഇന്ന് ഇത്രയും സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ, അതായത് ക്യാമറ അടക്കം ഉണ്ടായിട്ടും രാത്രിയിൽ ഒരു വികലാംഗൻ ജയിൽ ചാടി പോകുക ഉള്ളത് ഒരു അവിശ്വസനീയമാണ്. അതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഒരു സഹായിയെങ്കിലും ഇല്ലാതെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ സഫലീകരിക്കാൻ ആർക്കും സാധിക്കില്ല. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആരാണ് എടുക്കുക? അതിങ്ങനെ ഉത്തരവാദിത്വം പലർക്കായി ഷെയർ ചെയ്തു പോയി കഴിഞ്ഞാൽ ആ ഉണ്ടാകുന്ന ഓടികൾ, ആ കുറ്റം അത്ര കഠിനമായിരിക്കില്ല. കാരണം അത് ജയിൽ സൂപ്രണ്ട്, വാർഡന്മാർ, ദെൻ ജയിൽ അധികൃതർ, അതിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട്. എല്ലാവർക്കും ഒരാളെ മാത്രം കുറ്റം ചാർത്താൻ പറ്റില്ലല്ലോ. കാര്യം ഒരാൾ മാത്രമാണെങ്കിൽ പെട്ടെന്ന് അതിന് തീരുമാനമെടുക്കും. ഇപ്പോൾ അതല്ല, ഇത് A to Z, മുകളിൽ നിന്ന് താഴെ തലങ്ങളിൽ ഉള്ളവരിലേക്കും ഇതിൻ്റെ അന്വേഷണം വ്യാപിക്കും. അപ്പോൾ ആ അന്വേഷണത്തിൻ്റെ ഹാർഡ്നെസ്, അതിൻ്റെ വ്യാപ്തി അത്ര കൂടത്തില്ല, അത് കുറഞ്ഞു പോകും. കാരണം ഇപ്പോൾ ഒരു 100 രൂപ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നതും അത് 100 പേർക്ക് ഭാഗിച്ചു കൊടുക്കുമ്പോൾ 1 രൂപയെ കിട്ടത്തുള്ളൂ. അതിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഈ സംഭവം തന്നെ, ഈ ഒരു ഫോർമുലയാണ് എല്ലാ അന്വേഷണങ്ങളിലും കണ്ടുവരാറുള്ളത്. ഇതിന് നമുക്കാരെയും കുറ്റം പറയാൻ പറ്റില്ല. ഒരു ജയിൽ സുരക്ഷതയെക്കുറിച്ച് പലവട്ടം പല കമ്മീഷനുകളും പല പ്രപ്പോസൽ വച്ചിട്ടുണ്ടെങ്കിലും അത് പ്രായോഗികമാക്കാൻ ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ജയിൽ വാർഡന്മാർ അവരുടെ ലൈഫിൽ തന്നെ പല ത്രെഡും ഉണ്ട്. ഈ കൊടും ക്രിമിനൽ കൂട്ടം ചേർന്ന് ഇവർ ആക്രമിക്കാൻ വരെ ശ്രമിക്കാറുണ്ട്, ആക്രമണത്തിനിരയായിട്ടുണ്ട്. പലരും ഈ ജയിൽ ഉദ്യോഗസ്ഥർ ജോലി രാജിവെച്ച് പോയിട്ടുണ്ട്. കാരണം അവരുടെ ജീവന് ഭീഷണിയുള്ള കാരണം. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇത് അവിടെ ജോലി ചെയ്യുന്നവർക്കുള്ളൊരു സുരക്ഷിതത്വം അത്ര വേണ്ട രീതിയിലല്ല. ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്. കാരണം ഒരു ജയിൽ വാർഡൻ എന്ന് പറഞ്ഞാൽ ആ ഒരാൾ ഒരു 8 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ ഒരു സെല്ലിൽ ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ ഒരു വാർഡനെ ഒരാൾ കീഴ്പ്പെടുത്തുന്നതിനൊക്കെ വലിയ കാര്യങ്ങളൊന്നുമല്ല. അത് ഏതെങ്കിലും കാരണം പറഞ്ഞൊന്ന് പുറത്തിറങ്ങിയത് 2 പേർ ചേർന്നാൽ ജയിൽ വാർഡനെ മാരകമായിട്ട് ഉപദ്രവിക്കാൻ പറ്റും, ഇവൻ കൊല്ലാൻ വരെ സാധിക്കും. അപ്പോൾ ഇതിനെ സെൻട്രലൈസ് ചെയ്ത TV ക്യാമറയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ആ രാത്രി ആ സമയങ്ങളിൽ എല്ലാവരും കിടന്നുറങ്ങിയുള്ളൂ. അത് TV മുന്നിൽ ആ മോണിറ്ററിൽ കൂടെ വീക്ഷിക്കുന്നവർ എത്ര പേര് കാണില്ല? ആരെങ്കിലും ഒരാൾ കാണും എന്നറിയുന്നത്. ഈ TV വീക്ഷിക്കേണ്ട ആൾ മറ്റൊരു ജോലിക്ക് പോയതായിട്ടാണ്, ഏത് രോഗിയും കൊണ്ട് എവിടേക്കോ പോകുന്നു. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് ചെയ്യേണ്ടത് ഈ ജയിൽ സുരക്ഷ ഉറപ്പാക്കേണ്ടത് വളരെ പ്രധാനമായ കാരണമാണ്. അത് അവിടെ കിടന്ന ക്രിമിനലുകളെയും ശ്രദ്ധിക്കണം. സാധാരണ ചെറിയൊരു തെറ്റിനും റിമാൻഡിൽ വന്ന് പെട്ടവരെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പല ഗ്രൂപ്പിലുള്ളവരാണ് ജയിലിലുള്ളത്, ജയിൽവാസികൾ. പക്ഷേ അത് കൊടും ക്രിമിനലുകളെ അവർ മാറ്റി നിർത്തി. ഇനി ഇതിൽ
ഈ ജയിൽ പുള്ളികളെ നോക്കാൻ വേണ്ടി ഇൻസൈഡ് തന്നെ ഇപ്പോൾ ഒരു ഹാളിൽ ഒരു 10 പേരാണെങ്കിൽ 10-ൽ മേശരി കാണും. അയാളാണ് ഒരു ഹാർഡനായിരിക്കും, ഒരു തൻ്റെ ഇടവും, അതും ഒരു ക്രിമിനലായിരിക്കും. ഈ ക്രിമിനലിസം ഉള്ള ആ പശ്ചാത്തലമുള്ളവരും ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവരുമായിരിക്കും ഈ മേസ്ത്രിയുടെ ഒരു ചട്ടയിൽ കൂടി അവിടെ കാണപ്പെടുന്നത്. അവർ ഗർജിക്കും, അവർ മറ്റുള്ള ആരെങ്കിലും പ്രധാനമായി ആദ്യമായി ജയിലിൽ കടന്നു വരുന്നവരെ ഈ മേശ്രിമാർ വളരെ വിരട്ടി വളരെ അട്ടഹാസമൊക്കെ ചെയ്യണം, അങ്ങനെ എന്നൊക്കെ പറയും. ഇവർക്കൊന്നും പാവം അറിയില്ല. അപ്പോൾ ഇവരാണ് ഒരു നേതാക്കം. കാരണം ഈ ജയിൽ ഇതിൻ്റെ ഉള്ളിലെ ഈ മേശ്രിമാർ നേരെ മറ്റ് ജയിൽ വാർഡന്മാർക്ക് സമ്പർക്കം പുലർത്തും. അപ്പോൾ അവിടെയും ഒരു നല്ലൊരു മാനേജ്മെൻറ്റ് അവിടെ കാണാറില്ല. കാരണം മേശ്രിക്ക് അഗൻസ്റ്റായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അവന് തല്ല് കിട്ടും. ഇനി അവന് തല്ല് കിട്ടിയെന്ന് അവൻ വാർഡനെ വാർഡനോട് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുകളിൽ അറ്റമൊന്നും പോകത്തില്ല. ഈ കംപ്ലയിൻ്റ് ചെയ്തതിന് വീണ്ടും തല്ല് കിട്ടും. ഇതൊക്കെ അവിടെ നടക്കുന്ന വളരെ ശോചനീയമായ പല കാര്യങ്ങളും ജയിലിനുള്ളിൽ സംഭവിക്കുന്നുണ്ട്. പിന്നെ ആഹാരക്രമം ഒരുപക്ഷെ ചിലപ്പോൾ ആഹാരക്രമം ശരിയല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു കാലാകാലം അവിടെ കഴിയുന്നവർ എന്തെങ്കിലും ഒബ്ജക്ഷൻ നടത്തും. ആഹാരം ശരിയില്ല, അങ്ങനെ ആരെങ്കിലും സൂപ്രണ്ടിനോട് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ അവനെ മറ്റൊരു ജയിലിലേക്ക് മാറ്റും. ഇതൊക്കെ ഇവിടെ കിടക്കുന്ന കലാപരിപാടികളാണ്. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും നമ്മുടെ കേരളത്തിലെ ജയിലുകളുടെ സുരക്ഷിതത്വം എത്ര കണ്ട് ഭദ്രമാണെന്ന് നമുക്ക് ഈ ഗോവിന്ദചാമിയിൽ കൂടി മനസ്സിലായി. ഇനി എത്ര ചാമ്യന്മാർ ഇങ്ങനെ ചാടിപ്പോകാൻ കാത്തു നിൽക്കുന്നു എന്ന് അതും നമുക്കറിയില്ല. സോ ബഹുമാനപ്പെട്ട ഈ ഹോം മിനിസ്റ്റേഴ്സിനോടൊക്കെ ഒന്ന് പറയാനുള്ളത്, കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു തന്നെ, അതായത് ഇതിൻ്റെ അകത്ത് പല തീവ്രവാദികളും പല കൊലപാതകം ചെയ്തവരും അക്യൂട്ട് ക്രിമിനൽസും അങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ അവരെ വീക്ഷിക്കാൻ അവരുടെ മൂവ്മെൻറ്റ്സ് കാണാൻ വേണ്ടി അസൈൻ ചെയ്തിരിക്കുന്ന ഈ വാർഡന്മാരുടെ സുരക്ഷിതത്വം കൂടി കണക്കിലെടുക്കേണ്ടതാണ്. ഒരു വാർഡനെ മാത്രം ഒരു 2-3 സെല്ലോ 4 സെല്ലിലേക്ക് മാത്രം വിട്ടാൽ മതിയാകില്ല. അതിന് വേണ്ടത് സഫിഷ്യൻറ്റ് വാർഡന്മാർ, അതായത് എത്ര ആൾക്കാരുടെ ഈ തടവുകാരുണ്ടോ ആ തടവുകാരെ വീക്ഷിക്കാനുള്ള ശരിയായ വാർഡന്മാർ ഉണ്ടായിരിക്കണം. അതിലൊരിക്കലും കുറവ് വരുത്താൻ പാടില്ല. അതിൽ കുറവുണ്ടായിക്കഴിഞ്ഞാൽ സുരക്ഷിതത്വം 100% പാളും. ഇപ്പോൾ അന്ത്യയാമത്തിൽ 1 മണി 2 മണിക്കാണ് ഈ ഗോവിന്ദചാമി അവിടെ നിന്ന് അനായാസം പുറത്ത് ചാടി പോയത്. അപ്പോൾ ഈ സമയങ്ങൾ ഉള്ളപ്പോൾ ആ കംപ്ലീറ്റ് ചുറ്റുമതിലുള്ള ക്യാമറകളെ വീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനൊരു പർട്ടിക്കുലർ ടൈമുണ്ട്. ഈ അർദ്ധരാത്രിയിൽ രാത്രി വൈകുമ്പോഴേ ഈ ക്രിമിനലുകൾ എന്തെങ്കിലും പുറത്ത് ചാടാനുള്ള സംവിധാനം ഉണ്ടാക്കും. പിന്നെ അവരുടെ കയ്യിൽ മറ്റേ ആയുധങ്ങൾ ഇതൊക്കെ എങ്ങനെ വരാൻ ഉള്ള ചാൻസ് ഉണ്ട്, അത് നോക്കി ആ ഭാഗം ആ പഴുതുകളൊക്കെ അടയ്ക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഗോവിന്ദചാമിമാർ മാത്രമേ പലരും ചാടാൻ ഉണ്ടാകും. രണ്ടാമത്, മറ്റു ചിലർ ഈ പരോളിൽ പോണവരുണ്ട്. ഈ പരോളിൽ പോണവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇവർ വന്ന് പുറത്ത് ചാടി അവൻ അവിടെ പോയി വീണ്ടും എന്തെങ്കിലും ആരെങ്കിലും കൊല്ലുകയോ കയ്യും കാലും വെട്ടി കൂളായിട്ട് ഇവൻ തിരിച്ചിങ്ങോട്ട് പോരും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കൊട്ടേഷൻ, ഇങ്ങനെയുള്ളവരെ വളർത്തിയെടുക്കുന്ന കുറേ കുറേ ഗുണ്ടകളും പുറത്ത് നിൽപ്പുണ്ട്. ഇപ്പോൾ അവരൊരു കൊട്ടേഷൻ ഒരുത്തന്നെ കൊല്ലണമെങ്കിൽ അവൻ അതിനുള്ള സംവിധാനം ടൈമെല്ലാം എടുക്കും. അപ്പോൾ അവന് കൊല്ലണമെന്നുണ്ടെങ്കിൽ പരോള് കിട്ടുന്ന ഏതെങ്കിലും കൊടും ക്രിമിനൽ ഉണ്ടെങ്കിൽ അവനെ കമ്മ്യൂണിക്കേറ്റും, അവന് പരോൾ കൊടുക്കും, അവന് കുറച്ച് കാശ് കൊടുക്കും, അവൻ്റെ കർമ്മം നിർവഹിച്ച് നേരെ ജയിലിലേക്ക് തിരിച്ചു കയറും. ഇത് സാധാരണ നടന്നു വരുന്നതാണ്. ഇതിന് വളരെ തക്കതായ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഇല്ലെങ്കിൽ പലതും ഇവിടെ സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കാൻ ദയവ് ചെയ്ത് ജയിൽ അധികൃതർ ഒന്ന് ശ്രദ്ധിക്കുക. ഒപ്പം അതിൻ്റെ വകുപ്പും മേധാവികളും വളരെ പ്രധാനമാണ്. കഴിയുന്നതും ആവശ്യമുള്ള
ആൾക്കാരെ, സ്റ്റാഫിനെ ആവശ്യത്തിൽ ഒരിക്കലും കുറവുള്ള തരത്തിൽ ആൾക്കാർ ഉണ്ടാക്കരുത്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ കറക്റ്റ് വേണം. അത് ഒരു സിംഗിൾ ഡ്യൂട്ടി എന്നുള്ളത് അതൊരു കറക്റ്റാണ്, കറക്റ്റ് ടൈമായിരിക്കും. ഇനി അവരെ ഒന്ന് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അത് വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. സോ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാലും സുരക്ഷിതമുള്ള ജയിലായി മാറട്ടെ. അത് മാറ്റിയിരിക്കണം. അത് നമ്മുടെ അത്യാവശ്യമാണ്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.